ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പഴം റവ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴത്തിൽ ഒരു 3 നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ 2 മതിയാവും. ഇതൊരു മീഡിയം സൈസാണ്, അതിൻ്റെ പേരിലാണ് 3 എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. നമ്മുടെ ഈ പഴം കംപ്ലീറ്റ് ആയിട്ട് കനം കുറച്ചിട്ട് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ ഈ പഴം ചേർക്കാവുന്നതാണ്. പഴം ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഈ പഴം എല്ലാം ഒന്ന് വെന്തുടയട്ടെ. ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. വളരെ കനം കുറച്ചിട്ടാണ് പഴം അരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഇത് വെന്തുടഞ്ഞ് ചേർന്നോളും. കൈയെടുക്കാതെ തന്നെ ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ പഴം എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പഴം നല്ലതുപോലെ നമുക്ക് ഉടഞ്ഞ് കിട്ടിക്കോളും. ഇങ്ങനെ വേണം നമ്മൾ സോഫ്റ്റായിട്ട് പഴം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ് 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടി. നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ വേണം ചേർക്കാനായിട്ട്. നമ്മൾ ഫ്രിഡ്ജിൽ ചിരകി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ എടുക്കരുത്. ഇതിനോടൊപ്പം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയും കൂടി ചേർക്കാവുന്നതാണ്. ഒരു 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ശർക്കര എടുത്തിട്ട് അതിലേക്ക് ഒരു അല്പം മാത്രം വെള്ളം ചേർത്ത് അതൊന്ന് ഉരുക്കിയെടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ശർക്കരയിൽ കല്ലും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ശർക്കര പാനിയും ചേർത്തിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ചടപടയിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. കുട്ടികൾക്ക് വൈകുന്നേരം സമയങ്ങളിൽ ഒരു സ്നാക്ക് തയ്യാറാക്കി കൊടുക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയാണ്. വറുക്കാത്ത റവയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. ആ റവയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം വലിയ പഴത്തിൽ 2 പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിലും 1/4 കപ്പ് തന്നെ നമുക്ക് റവ ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഒരുപാട് കൂടുതലായി പോകരുത് റവയുടെ അളവ്. റവ ചേർത്ത് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ചേർക്കേണ്ടത് 1/2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. ആ പാല് നമുക്കിതിലേക്ക് ചേർക്കാം. പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഫ്ലെയിം ഈ ഒരു സമയം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിക്ക് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു മിക്സ് ചൂടാകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ റവ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഇതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഏലക്ക മാത്രം പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മതിയാവും. ഏലക്ക പൊടിയും ചേർത്തിട്ട് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടാകേണ്ടത്. നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ റവയെല്ലാം നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു ബോളിലേക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മിക്സ് എല്ലാം ഞാനിപ്പോൾ ഒരു ബോളിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം സൈസിന് വേണമോ അതിനനുസരിച്ചിട്ട് കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ടൊന്ന് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് ചെറിയ കുട്ടി ബോളായിട്ട് ഞാനൊന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു അല്പം നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് വെച്ച് കൊടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നട്ട്സ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിന് മുകളിലേക്ക് ഒരു അല്പം നട്ട്സ് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മിക്സ് ഒന്ന് ഉരുളകളാക്കി മാറ്റിയെടുക്കാവുന്നതാണ്. എല്ലാ മിക്സും ഞാനിപ്പോൾ ഇതുപോലെ കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന അത്രയും മിക്സിൽ നിന്നും ഈ ഒരു അളവിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി വേണ്ടത്, ഞാനിപ്പോൾ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് എല്ലാ സൈഡും ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നവരെ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇളക്കിയിടുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തവ ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു കൊടുത്താലും മതിയാവും. ഒരു സൈഡ് ലൈറ്റായിട്ടൊന്ന് കളറ് മാറിക്കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതിൻ്റെ ചുറ്റിലും ഒന്ന് കളറൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന റവ സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും. ഉറപ്പായിട്ടും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.